കോട്ടയത്തിന്റെ ഈ സായം സന്ധ്യയിൽ ഏതാണ്ട് 1.5 വർഷക്കാലത്തിനിടയിൽ 6ാമത് തവണയാണ് പ്രതിഷേധവുമായി കത്തോലിക്ക കോൺഗ്രസ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, പ്രതികരണം എല്ലാ അർത്ഥത്തിലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കേവലം കേസ് ചുമത്തിക്കൊണ്ട് ഞങ്ങളുടെ മിഷണറിമാരെ ഇല്ലായ്മ ചെയ്തേക്കാം എന്നൊരു ചിന്തയാണ് കലാപകാരികൾക്കും അക്രമകാരികൾക്കും ഉള്ളത് എങ്കിൽ എസ്തപ്പാനോസിന്റെ കാലം മുതൽ ഏറ്റവും അവസാനം ജീവൻ ഹോമിച്ച ഫാദർ സ്റ്റാൻസാമി അച്ഛന്റെ ജീവിതം വരെ ക്രൈസ്തവ രക്തസാക്ഷിത്വം കൊണ്ട് അവരുടെ ചുടുനിണത്താൽ വളർത്തിയെടുത്ത സഭ, അവർ ചെയ്യുന്ന സേവനങ്ങൾ ഉത്തരേന്ത്യ അടക്കമുള്ള മേഖലകളിൽ ഇന്നും നക്സലിസം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോയി ജനതയുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും വേണ്ട എന്ന് വെച്ച്, സ്വന്തം കുടുംബം പോലും വേണ്ട എന്ന് വെച്ച് പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ച് തപസ്സിന് തുല്യമായ കരുണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സന്യസ്തരെ കൽത്തുറുങ്കിലടച്ച ക്രൈസ്തവ വിശ്വാസവും മിഷണറി പ്രവർത്തനങ്ങളും ഇല്ലായ്മ ചെയ്തേക്കാം എന്നാരെങ്കിലും കരുതുന്നു എങ്കിൽ മിശിഹായുടെ ഭൗതിക ശരീരത്താൽ പടുത്തുയർത്തിയ സമുദായത്തിലെ മക്കളെന്ന നിലയിൽ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കട്ടെ: ഒരു ഛിദ്രശക്തികൾക്കും തകർക്കാനാവുന്നതല്ല ക്രൈസ്തവരുടെ മിഷണറി പ്രവർത്തനം. ക്രൈസ്തവരുടെ മിഷണറി പ്രവർത്തനം താഴെ തട്ടിലുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് വികസന പന്ഥാവിലേക്ക് പിടിച്ചുയർത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ പ്രതിഷേധം അക്രമത്തിന്റെ മാർഗമല്ല. ഞങ്ങളുടെ പ്രതിഷേധം ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ പ്രതിഷേധം ആത്മീയതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ പ്രതിഷേധം അടിസ്ഥാന ലെവലിലുള്ള ആളുകളുടെ വികസനത്തിന്റെ ഭാഗമാണ്. ഞങ്ങളുടെ പ്രതിഷേധം ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രതിഷേധമാണ്. ഇന്ത്യയുടെ ഐക്യത്തിന്റെ പ്രതീകമാണ്. ലോകരാജ്യങ്ങളിലൊക്കെ ചെന്നതിന് ശേഷം ഇന്ത്യയുടെ വികസനത്തെ പറ്റി, ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളെ പറ്റി പ്രഘോഷിക്കുമ്പോ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം കിരാതപരമായിട്ടുള്ള നടപടികളെ പറ്റി കൂടി അഭിസംബോധന ചെയ്യുവാൻ ഇന്ത്യയുടെ ഭരണകർത്താക്കളും വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണനിർവഹണം നടത്തുന്ന രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ തയ്യാറാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് അടിസ്ഥാന വിഭാഗത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സന്യസ്തർക്കും പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ വൈദികരുണ്ട്, ഞങ്ങളുടെ ആത്മീയ ഇടയന്മാരുണ്ട്, പ്രിയപ്പെട്ട സന്യസ്തര്, അതേപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെയും വിവിധ സംഘടനകളുടെയും നേതാക്കള് ഇവിടെ തന്നെയാണെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന്റെ അതിരൂപതയുടെ ഡയറക്ടറച്ഛനും അവരുടെ പ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റു പ്രസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വൈദികർ, നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മളുടെ ഭാരതത്തിൻ്റെ മതേതര ഭരണ സംവിധാനത്തിനേറ്റ വലിയൊരു കളങ്കമായിരുന്നു. ഭരണഘടനയെ വിചാരണ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആൾക്കൂട്ട സമരമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ജാതിയുടെ, മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒന്നും വ്യത്യാസമില്ലാതെ, വിവേചനമില്ലാതെ ഇന്ത്യയിൽ ജനിച്ച് വീഴുന്ന ഓരോ കുഞ്ഞിനും ഇവിടെ തുല്യത ഉണ്ടാവണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു അവകാശമാണ്. ഈ അവകാശത്തിനെതിരെയുള്ള നഗ്നമായ ലംഘനമാണ് ഛത്തീസ്ഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പകൽ പോലെ അത് സത്യമാണ്. പ്രായപൂർത്തിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സാക്ഷിയുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവൻ ഏത് മതത്തിലും ഈ രാജ്യത്ത് വിശ്വസിക്കുവാനായിട്ടുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. വിശ്വസിക്കുക മാത്രമല്ല, അവന് ആ വിശ്വാസം ആചരിക്കുവാൻ, ആചാരങ്ങൾ നടത്തുവാൻ, അതുപോലെ അവൻ്റെ വിശ്വാസം, അവൻ്റെ മതത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ അവന് അവകാശമുണ്ട്. നമ്മുടെ ഈ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയാണ്. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ നിഷേധമാണ്. ഇത് നിഷ്കളങ്കരായ മനുഷ്യനെ ബലിയാടുകളാക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ടത് ഈ നാടിൻ്റെ മനസ്സാക്ഷിയുടെ ഒരു ആവശ്യമാണ്. അതാണ് ഇന്നിവിടെ ഇത്രയും ജനങ്ങൾ കൂടിയിരിക്കുന്നത്. എന്തിനാണ് ഈ ക്രിസ്ത്യാനികളെ ഇത്രയും ഭയപ്പെടുന്നത്? ഈ മത തീവ്രവാദ സംഘങ്ങൾ, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത്, ഈ ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ
എണ്ണം എന്ന് പറയുന്ന ശതമാനം എന്ന് പറയുന്നത് 2.3% മാത്രമാണ്. ഒരു 100,43,00,000 ജനങ്ങളുള്ള ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ കേവലം 2,08,00,000 ആളുകൾ മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്ത്യാനികളെ ഇത്രയും ഭയപ്പെടുവാനായിട്ട് ഈ തീവ്രവാദ സംഘങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആശങ്കയും പരിഭ്രമവും പേടിയും ശത്രുതയും ഒക്കെ പുലർത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭയങ്കരമായ വെല്ലുവിളികൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രൈസ്തവരെന്ന് മാത്രമല്ല, മറ്റ് ഭാരതത്തിലുള്ള ന്യൂനപക്ഷങ്ങളെ ഇന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവരെ നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്താൻ വരുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ കത്തിയും ഞങ്ങളുടെ കയ്യിൽ തോക്കും ഞങ്ങളുടെ കയ്യിൽ വടിവാളും ഒന്നുമില്ല. ഞങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതിഷേധമാണ് നടത്തുന്നത്. ഞങ്ങൾ കരുണയുടെ സന്ദേശമാണ് അറിയിക്കുന്നത്. കാരണം ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ശുശ്രൂഷിച്ചോ, നിങ്ങൾ എന്നെ കണ്ടോ, നിങ്ങൾ എന്നെ സന്ദർശിച്ചോ, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നോ, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നോ എന്ന് മാത്രമാണ് കർത്താവ് ചോദിക്കുന്നത്. ആ ഒരു ചോദ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ഈ രാജ്യം അറിയണം. ഈ രാജ്യത്തിൽ വികസനമില്ലാത്ത പലയിടങ്ങളിലും കടന്നു ചെന്ന് ഈ സന്യസ്തര് ജീവിതത്തിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട്, ഇല്ലായ്മകളിൽ നിന്നുകൊണ്ട് ഏറെയധികം ത്യാഗങ്ങളെടുത്ത്, രോഗങ്ങളോട് മല്ലടിച്ച്, കാലാവസ്ഥയോട് മല്ലടിച്ച് അവർ ഈ പാവങ്ങളെ ഉദ്ധരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഈ ഭാരതത്തിന്റെ ഒരു നന്മയായി, ഒരു സുഹൃതമായി, ഒരു സംസ്കാരമായി മാറേണ്ടതിന് പകരം അവരെ ശത്രുക്കളായിട്ട് കാണുക, അവരെ പരസ്യമായി വിചാരണ ചെയ്യുക, അവരെ ജയിലിലടയ്ക്കുക, അവരെ ഉപദ്രവിക്കുവാൻ പോവുക, അവരോട് അസഭ്യം പറയുക, ഇതൊക്കെ വലിയ നിന്ദയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഈ സന്യസ്തരുടെ ബാഗിൽ നിന്നും ബൈബിൾ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞെങ്കിൽ അവർ മതം പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ മതവിശ്വാസികളെ, മതത്തെ സ്നേഹിക്കുന്നവരോ അല്ല. അവരൊരു മതത്തിനു വേണ്ടി ബാധിക്കുന്നവരല്ല. അവർ തീവ്രവാദികളാണ്. അവർ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ നശിപ്പിക്കുന്നവരാണ്. ഈ രാജ്യത്തിന്റെ ഐക്യത്തിന്റെ തുരങ്കം വയ്ക്കുന്നവരാണ്. ഈ രാജ്യത്തിൽ ജനങ്ങളെ ഭയപ്പെടുത്തുവാനും ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ ഒരിക്കലും ഒരു മതവിശ്വാസിയുമല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സമരം നമ്മുടെ ഇനിയും ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി നടത്തുന്ന സമരമാണ്. നമ്മുടെ ഇവിടെ ഒരിക്കലും കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സമുദായമാകാൻ പാടില്ല. നിലനിൽക്കേണ്ട ഒരു സമുദായമാണ്. നമ്മുടെ സാന്നിധ്യം ഈ നാടിന് ആവശ്യമാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും മാന്യമായി ജീവിക്കണം. മാന്യമായി ജീവിക്കാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഞങ്ങളുടെ പ്രിയരാം സിസ്റ്റേഴ്സിനെ, ഞങ്ങളുടെ പ്രിയരാം സിസ്റ്റേഴ്സിനെ തുറുങ്കിലടച്ചത് അറിഞ്ഞില്ലേ?